ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കുറച്ച് ബ്രേസ്ലെറ്റ് മേക്കിംഗ് കിറ്റ്സും ഞാൻ ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കാറുണ്ട്. സോ ഗൈസ്, ഇതാണ് എൻ്റെ ബ്രേസ്ലെറ്റ് മേക്കിംഗ് കിറ്റ് എന്നല്ല, ഇത് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ ഇങ്ങോട്ട് വെക്കും, ഈ ഒരു ബോക്സിനകത്ത് വെക്കും. മേക്കിംഗ് കിറ്റ് ഇത് വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, അത് ഞാൻ എടുത്തിട്ടില്ല, അത് ഞാൻ വേറൊരു വീഡിയോ കാണിക്കാം കേട്ടോ. സോ ഈ ഒരു ബ്രേസ്ലെറ്റ് മേക്കിംഗ് കിറ്റിനകത്ത് ഞാൻ കുറച്ച് സ്റ്റാമ്പ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബ്രേസ്ലെറ്റ് മേക്കിംഗ് കിറ്റ്സ് അല്ലെങ്കിൽ കാണിക്കാൻ പോവുകയാണ്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ളത്, ഞാൻ എൻ്റെ ഫേവറേറ്റ് ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഈ ഒരു കുഞ്ഞ് ബീഡ്സുകളാണ്. സോ അടിപൊളിയാട്ടോ, അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാട്ടോ. അതുകൊണ്ടാണ് ഇതുപോലെ കുറേ ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ട്. ഇങ്ങനെ അടുത്ത പീസ് ചിലപ്പോൾ ചാടാൻ വഴിയുണ്ട് കേട്ടോ. അതുപോലെ കുറച്ച് കുഞ്ഞു ക്യൂട്ട് ബീഡ്സ് ആണ്. നെക്സ്റ്റ് എന്നൊക്കെ പറയുന്നത് ഈ നെയിം ബീഡ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതാട്ടോ കുറച്ച് നെയിംസിൻ്റെ ബീഡ്സ് ആട്ടോ എന്താ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രിങ് എന്ന് പറയുന്നത് ഇതാട്ടോ, അടിപൊളിയാണ്. പിന്നെ പറഞ്ഞാൽ കുറച്ച് ബ്രേസ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നൊന്നും ഞാൻ ഇടാറില്ല, ഒക്കെ ഇടാറുണ്ട്. ഇതുപോലെ ഉണ്ട്. പിന്നെ നെയിം കസ്റ്റമൈസ് ചെയ്തെടുത്ത്, ഇത് എൻ്റെ നെയിമല്ല, വേറെ കുറച്ച് കിട്ടിയതാണ് ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു ഇതാണ് കിട്ടിയതാട്ടോ. എന്താ അടിപൊളിയല്ലേ. കുറച്ചൊക്കെ എനിക്ക് ഇതാണ് ടൈറ്റാണ്. പിന്നെ പറയുന്നത് സിസറുണ്ട്, ഇതൊക്കെയുണ്ട്, ഇതൊക്കെ അടിപൊളിയാണ്. ഇതെനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിരിക്കുന്ന ഒരു ഇതാട്ടോ, ഒരു നെക്ലേസോ അങ്ങനെയുണ്ടോ. സോ ഗൈസ്, ഇന്ന് ഞാൻ കുറച്ച് സ്റ്റാമ്പ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഐ വിൽ ഷോ യു ദാറ്റ്. ഇതാണ് എൻ്റെ കുറച്ച് കുഞ്ഞു സ്റ്റാമ്പ്സ് ആട്ടോ. സോ ഇന്ന് നമുക്ക് കുഞ്ഞു ബീഡ്സ് വെച്ചിട്ട് എങ്ങനെ സ്റ്റാമ്പ്സ് ഉണ്ടാക്കണമെന്ന് നോക്കാട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതാണ്. സോ നമുക്കത് ഉണ്ടാക്കാട്ടോ. അതിന് തന്നെ ഇതുപോലത്തെ ഒരു മസ്റ്റായിട്ടുള്ള വേണസാണ് കേട്ടോ. ഇത് കമ്പിയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു ബ്രേസ്ലെറ്റ് മേക്കിംഗ് കിറ്റ് സാധനത്തിൻ്റെ കൂടെ കിട്ടുന്ന അല്ലായിരിക്കും ഈ സാധനം, അല്ലാത്ത നമ്മുടെ ഈ ബ്രെഡിൻ്റെ കൂടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് ഈ ഒരു സംഭവം ഫുൾ നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്തില്ല കേട്ടോ. കുഞ്ഞ് ബേസ് അങ്ങനെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യണം. സോ ഗൈസ്, നമ്മുടെ ചാമ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ഒരു ബ്രേസ്ലെറ്റ് എടുത്തിട്ട് അതിനകത്ത് കുറച്ചിങ്ങനെ അകത്തിയിട്ട് ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്താൽ മതി. എന്താ ചാമ്പ് അവിടെ കിടക്കും കേട്ടോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. സോ ഗൈസ്, ഇനി ഞാൻ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടെ ഗൈസ്. സോ കുറച്ച് ലിറ്റ്സിൽ സംഭവങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. സോ നമ്മുടെ ബ്രേസ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ബ്രേസ്ലെറ്റ് ആട്ടോ ഗൈസ്. കുഞ്ഞെന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റാമ്പ്സ് ഒക്കെയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. കുറച്ച് ക്യൂട്ട് സ്റ്റാമ്പ്സ് ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റാമ്പ്സ് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഗിയർ വയറേഴ്സൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ആദ്യം ഇങ്ങനെ ഇലക്ട്രിക് വയേഴ്സ് അല്ലാത്ത വേറെ ടൈപ്പ് വയേഴ്സ് ഇല്ലേ ഗൈസ്, ആ വയേഴ്സിൻ്റെ ചീത്ത വയേഴ്സൊക്കെ എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ അകത്ത് കുഞ്ഞു സ്ട്രിങ് പോലത്തെ സംഭവങ്ങളുണ്ടല്ലേ, നല്ല ഇതുള്ള പോലെ സംഭവമുണ്ട്. ആ സംഭവം നമുക്ക് എടുക്കണം കേട്ടോ. ആ സംഭവം എടുത്തിട്ട് അത് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഗൈസ്, നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് നമ്മൾ കൂടെ നോക്കിയാലോ. സോ ഗൈസ്, ആദ്യം തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ട സാധനങ്ങളാണ് ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. സോ ആദ്യം നമുക്കൊന്ന് നോക്കാട്ടോ എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന്. ആദ്യം തന്നെ നമ്മൾ ആദ്യം കാണിച്ച ആ വയറില്ലേ, ആ വയർ നല്ല രീതിയിൽ ഇങ്ങനെ സ്ട്രെങ്ത് ഉള്ള പോലെ ആക്കുക ഗൈസ്. ഇങ്ങനെ ഒടിഞ്ഞൊക്കിയിരുന്നാൽ അത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ചീത്തയായിട്ട് വരും. സോ ഒടിഞ്ഞുറങ്ങിയിരിക്കാതെ നല്ല സ്ട്രെങ്ത് ആയിട്ടിരിക്കുന്ന വയർസൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്ട്രെങ്ത് ആക്കുക. എന്നിട്ട് ജസ്റ്റ് അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ട്വിസ്റ്റ് ചെയ്തെടുക്കുക മീൻസ് ഞാൻ കാണിക്കുന്ന പോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. പയ്യെ ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒരു ഗിയർ വയറിൻ്റെ ഒക്കെ ലുക്ക് ആവും അപ്പം. സോ ഗൈസ്, അപ്പം നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ചെയ്ത് ലാസ്റ്റായിരിക്കും നമുക്ക് നമ്മുടെ ഗിയർ വയർ സെറ്റാവും. ഗിയർ വയറാണെന്ന് തോന്നുന്നു, നെയിം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. സോ ഗൈസ്, ഇതുപോലെ നമുക്ക് കുറച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ഇതുണ്ടാക്കാനായിട്ട് അത്ര പാടൊന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. എനിക്ക് സിമ്പിളായിട്ടാട്ടോ തോന്നിയത്. സോ ഇതുപോലത്തെ നമ്മൾ ഒത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്.
സോ ഗൈസ് നമുക്ക് നെക്സ്റ്റ് ഗിയർ വയറിനെ പോലെ തന്നെ നമുക്ക് വേറൊരു സെറ്റായിട്ടുള്ളൊരു വയറെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആ വയേഴ്സ് നമുക്കിതുപോലെ സ്ട്രെങ്ത് ഉള്ള രീതിയിൽ ആക്കിയിട്ട് അത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്തെടുത്താൽ നമ്മുടെ ഗിയർ വയർ സെറ്റായിട്ടുണ്ട് കേട്ടോ. സോ ഗൈസ് നമ്മുടെ ഒരു കുഞ്ഞ് വ്ളോഗ് വീഡിയോ ആണിത്. വ്ളോഗ് എന്നൊക്കെ പറയാം, ഒരു മോർണിംഗ് വ്ളോഗൊക്കെ പോലത്തെ ഒരു വ്ളോഗാട്ടോ. സോ ഇതുപോലത്തെ വയേഴ്സൊക്കെ കിട്ടിയില്ലെങ്കിൽ ഈ ബ്രെഡിൻ്റെ അകത്തുള്ള സംഭവമൊക്കെ ഇല്ലേ, അതിനകത്ത് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.